അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാ ഒരു പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാനുള്ള പരിപാടിയാണ്. അത്രേ ഉള്ളു. ഇത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ശരിയല്ലേ? അല്ല ഇങ്ങനെ പോണ ഇങ്ങനെ നേരല്ലേ വഴിയുള്ളു. ചങ്ങായി കുറ്റിപ്പുറം പോയാ ഈ എടപ്പാട് പോകാത്ത ആൾക്കാരെ അവിടെ ബ്ലോക്ക് ഉണ്ടാ. ഇങ്ങനെ പോവാ നമ്മക്ക് പാലം വഴി കയറി ഇറങ്ങിയാലോ? അത് അടിപൊളിയാവും. ഏതൊക്കെ പാലം അറിയാം എനിക്ക്. പാട്ട് ഇങ്ങനെ ആഡ് മാത്രം വെക്കല്ലേ? നല്ല കുറച്ച് കരീന കപൂർ അതിന് വീഡിയോ വെച്ചിട്ടില്ല. വീഡിയോ വെച്ചാലോ നോമ്പോട്ട് കരീന കപൂർ നോക്കിയിരിക്കണം. സെക്കൻഡ് അക്കൗണ്ട് ഉണ്ട്. ജാസി പറഞ്ഞ അക്കൗണ്ട് ഉണ്ട് ഇവിടെ ഒരാൾക്ക്. അതിൽ ഫുള്ള് കുറച്ച് കൂട്ടിയാൽ മതി. നമുക്ക് നമ്മളെ വോയിസ് കേൾക്കണം. പാട്ട് കണ്ട കുറച്ചാൽ നമ്മളെ വോയിസ് തീരെ കേൾക്കൂല. കോപ്പിറൈറ്റ് അടിച്ചാലോ? കോപ്പിറൈറ്റ് അടിക്കും. ഫുള്ള് മ്യൂട്ട് ചെയ്യേണ്ടി വരും. ബാക്ക്ഗ്രൗണ്ട് മ്യൂട്ടുള്ള അതൊന്നും ചെയ്യാം. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് പാട്ടൊക്കെ അങ്ങനെ മ്യൂട്ട് ചെയ്യാം. അതിനൊക്കെ വേറെ സംഭവമില്ലേ? ഇതിലടക്കൂല. നമ്മളിപ്പോ എങ്ങനെയാണ് പോണ്? കറങ്ങിച്ചാ എടാ എല്ലാം കണക്കാണ് മുത്തേ. മറ്റേ ചിലപ്പോ ബ്ലോക്കിന്റെ അവിടുന്ന് ബ്ലോക്ക് ഉണ്ടെങ്കിലാ ബ്ലോക്കിന്റെ അവിടുന്ന് ബ്ലോക്കാ. ബ്ലോക്കിന്റെ കറക്റ്റ് ആണ്. ബ്ലോക്കിനോട് ബ്ലോക്ക് ഉണ്ടെന്ന് ഉദ്ദേശിച്ചു. ഈ പൊട്ടന്മാർക്കൊന്നും അറിയില്ല. ചുള്ളി എനിക്ക് മാത്രമേ അറിയുള്ളൂ. അതെ, പന്നി പിന്നെ ചാമ്പുട്ട അങ്ങനെയുള്ള പരിപാടിയാണ്. ചുള്ളി എപ്പോഴും ചാമ്പ്യണ്ടാ. ഔ ആരപ്പോ ഇതെപ്പോഴും ചാമ്പ്യണ്ടാ. കൂടത്ത് ഇവിടെ ഞങ്ങൾ നോമ്പത്താൻ എന്തെടുക്കണല്ലേ? ആ വള്ളിക്കല്ലേ പാന്റ് മതി. ഞാനൊരു ഷർട്ട്, ഞാൻ ചെരുപ്പ്, ഞാന് എന്താ നോക്കിട്ട് എന്താ കിട്ടാന്ന് പറയാൻ മാറ്റണം. ഞാൻ കിട്ടിയെടുക്കും. ഷർട്ട് കിട്ടിയാലും പാന്റ് കിട്ടിയാലും കിട്ടിയ നമ്മളെടുക്കും. ഞാൻ മനസ്സിൽ സാധനം അത് കിട്ടിയാൽ മതി. ഒന്നും എടുത്തില്ല പെരുന്നാക്ക് എന്താ എന്ത് പെരുന്നാക്ക് ഇന്ന് കിട്ടില്ല. പിന്നെ അഡ്രസ് മാത്രം ഇട്ടു വരും. നല്ല ഡിസ്കൗണ്ട് ഉണ്ടാവും. മറ്റേ TNT-ന്റെ അവിടെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ചോദിച്ചതില്ല ഒരു 1500 1000 ഒരു പാന്റ് ഇട്ടു. കളക്ഷൻ ഉണ്ടാവും. കളക്ഷൻ ഇല്ലാണ്ടാണ് പോയിട്ട് മറ്റേ 5 ഒരു ബ്ലാക്ക് ഓവർ സൈസ് 1000 രൂപയ്ക്ക് കിട്ടും. അതാണ് എനിക്ക് ചോദിച്ചത്. ഏത് ഷർട്ടാ? ബലൂൺ ഫിറ്റ് നല്ലല്ലോ മറ്റേ സാധനവും ഞാൻ വളഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. അതാണ് എടുക്കണേ. എന്താണ് കുനിഞ്ഞെന്ന് ഓടിക്കണേ? ബാക്കി ഞാൻ കാണിച്ചാൽ എന്താ ഓടിക്കല്? ഇപ്പൊ ഒരൊറ്റ വിട നാട്ടിയല്ല പ്രോ ഡ്രൈവർ. ചിലരൊക്കെ ഇവിടെ 3rd ലിറ്റർ ഞാനാ ചോദിക്കുന്ന ആയിക്കള. നമ്മളിവിടെ 50 ഇട്ടെടുക്കും. ഇപ്പൊ കറങ്ങി തരാല്ലേ? പിന്നെ സീനില്ല. 5 എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഉപ്പാന്റെ പൈസ ഇട്ടല്ലേ കെട്ടിട്ടിച്ചിക്കാണ് പൈസ. കായ്ക്കാരല്ലേ ഇങ്ങനെ പറഞ്ഞ നായിക്കളെ. ഞാൻ 5 ലിറ്റർ എടുക്കാൻ ഇന്ത്യ വീട്ടിലവിടെ കാറ് ശരിയല്ലേ? ഷിഫ്റ്റ് ഉണ്ടല്ലോ. ബെൽറ്റ് ഇട്ടാ നിയമത്തിനെതിരെ പോകാൻ സമ്മതിക്കില്ല. കറങ്ങാണ്ട ആവശ്യമില്ല. അത് ഇതാക്കണ്ട. അത് ഇതുണ്ടാ എന്തെങ്കിലും
കംഫർട്ട് ഫസ്റ്റ് മുതൽ വ്ളോഗ് എടുത്ത് തുടങ്ങിക്കണ്ട. ഞാൻ നേരത്തെ കുഞ്ഞിട്ടൊക്കെ ഇരിക്കേ. ആദ്യം മുതൽക്കൊന്നല്ല. കയ്യില് വേദന കുറഞ്ഞു വരുന്നുണ്ട്. എന്താ ശൈലെന്ന് പറഞ്ഞു? ഫസ്റ്റ് മുതൽ വ്ളോഗ് എടുത്തു. ഞാൻ നല്ല പോലെ അല്ലേ ഇരുന്നീ നേരത്തെ. ഫസ്റ്റ് എടുക്കൂല. കുനിഞ്ഞിരിക്കണിപ്പോ എന്താണ് വേറെ ഞാൻ നേരത്തെ വേറെ കാണിച്ചു വെറുതെ ഇരിക്കണല്ലോ. അല്ല ഇതൊക്കെ നമ്മളെ വോയിസ് കേൾക്കൂലേ? കോപ്പിറൈറ്റ് അടിക്കും. ഇനി ചുള്ളിനെ കറക്റ്റ് ഇനി ചുള്ളിനെ ഇജ്ജത് വേണ്ട എടുത്തു. ഞാന് കറുപ്പ് രണ്ട് വൈഡ് അല്ല ഓവർ സൈസ് എടുക്കാം. ഓനാവുമ്പോ ആരോ കേൾക്കണ്ട് ഇത് കേട്ടാ നമ്മള് ബാക്ക് രണ്ട് കേട്ടാ ഇതിന്റെ സെയിം കറുപ്പുണ്ട്. ഇതിന്റെ സെയിം കറുപ്പ് ഇതിന്റെ സെയിം കറുപ്പ്. സീറ്റൊന്നും ഫ്രണ്ടിൽ മേലെ മേലെ നിങ്ങളെല്ലാരും സ്പെക്കും ബുക്കൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് ഡ്രസ്സ് കാണുന്നല്ലേ? എന്റെ കോല് നോക്കി ഏതാണ് കണ്ണടാ ഇങ്ങളെന്താ വിചാരിച്ചു സ്പെക്ക് കേട്ടപ്പോ? അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞ നാച്ചു പറഞ്ഞ സ്പെക്ക് എടുക്കുന്നു. ചുള്ളി സ്പെക്ക് ഇടാന്നിട്ടാ. അല്ല ലെൻസിന്റെ കാര്യം എന്താ? ലെൻസ് ഏത് കളറ്? ലെങ്സ് ഒന്നും വെക്കണ്ട. കണ്ണിൽ ലെൻസ് വെക്കാനാ എന്ത് ലങ്സ് ലെങ്സ് വെക്കണ്ട. ലങ്സ് കണ്ണില് ലെങ്സ് വെക്കണ്ട. കണ്ണിൽ ശ്വാസം കണ്ണില് ലെങ്സ് വെക്കണ്ട. സ്പോഞ്ച് പോലെയാണ്. ലെങ്സ് എടുത്തു. എന്തിനപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു എടപ്പാള് പോണെങ്കിൽ കുറ്റിപ്പുറത്ത് പോയിട്ടാണ് എടപ്പാള് പോണേ. അല്ല ഞാനത് അവരോട് ചോദിച്ചു നേരത്തെ. അതുകൊണ്ടാ നമ്പർ പ്ലേറ്റ് ഉണ്ട്. അതിനിപ്പോ എന്താ ഒരു സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ ഓടിക്കാൻ. വലിയ 2 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഓ രണ്ട് സീൻ ഞാൻ ഈ വണ്ടിയിൽ പോവല്ലേ എന്ത് ഞാൻ വാശിട്ട് എടുത്താലോ ഒന്ന് കേൾക്കാട്ടെടുത്തപ്പോ സ്പെക്ക് പോരാ. അതിന്റെ കണ്ണു കുഴപ്പമില്ല. എന്റെ വരെയുള്ള ആര് അതിന്റെ അത്ര ഇല്ല. ആ പണിയിലില്ലേ അതിന്റെ വരെ കൊണ്ടാണ് സംഭവം. അതിന്റെ അത്ര ഞാൻ ഉപയോഗിച്ചു കൊടുത്താണ്. ഉപയോഗിച്ചു കൊടുക്കേ. ചുള്ളി ഇതിന് ഡാൻസ് കളിച്ചിട്ട് എന്താടാ വല്ലതും നടക്കുവോ? ചുള്ളിനോട് ഞാൻ പറഞ്ഞതേ പഠിക്കാനേ കളിക്കാന് നടിമാരുണ്ട് നമ്മളപ്പോ. എന്റെ ഓഫർ ചെയ്യാൻ കാരണം എന്താ? സെയിലിന് കേട്ടത് ക്രെഡിബിലിറ്റി അനക്ക് അവിടെ ക്രെഡിബിലിറ്റി അനക്ക് ക്രെഡിബിലിറ്റി അനക്കാണ് ഇല്ലാത്തത്. ചുള്ളിനോട് ഷെയ്നേ അല്ല വന്നേ അന്ന് ഞാൻ പറഞ്ഞരാ ഷെയ്ന് 2 സെന്റൻസ് മാറ്റി പറഞ്ഞാണ്. അട്ടപ്പാടി അല്ല ഇന്നലെ എന്താ പറയല്ലോ ഇറങ്ങേണ്ട വെച്ചിട്ട് എന്താ പറഞ്ഞല്ലോ പഠിക്കാണ്ട്. അല്ലല്ല വർക്കിലാണ് ഫസ്റ്റ് എനിക്ക് വിളിച്ചിട്ടാ അല്ല പിന്നെ അതിന്റെ ചാടാൻ നിക്കണ നിനക്ക് ഞാൻ പറഞ്ഞരാ അന്നില്ലേ അട്ടപ്പാടി പോയപ്പോളേ എനിക്കന്ന് നമ്മളെല്ലാരും അഭിനയിക്ക് വാങ്ങിട്ടാ. അപ്പൊ ഞങ്ങക്ക് ആർക്കും അഭിനയിക്ക് ഇഷ്ടമില്ല. കാരണം ഞാൻ അഭിനയിക്ക് ഉണ്ടാക്കണ എനിക്കറിയാം അഭിനയിക്കിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന്. അപ്പൊ എനിക്ക് അഭിനയിക്ക് തീരെ ഇഷ്ടമില്ല. ശരി പറഞ്ഞേ വിശന്ന് എനിക്ക് കണ്ണ് കാണൂല. ഞാൻ എന്റെ സാധനം ആർക്കും വിശന്ന് കഴിഞ്ഞാൽ ഞാൻ എന്നോട് ആരും ചോദിക്കുന്നുണ്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞേ എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്തു എനിക്ക് അഭിനയിച്ചെടുത്തു പറഞ്ഞു. അത് വേണ്ട അജാണ് ഇന്റെ എടുത്തോന്ന് പറഞ്ഞ കുറച്ച് പിന്നെ ഇപ്പൊ എന്താ പറഞ്ഞേ വിശന്ന ഞാൻ ആർക്കൊന്നും കൊടുക്കണമല്ല പറഞ്ഞായിരുന്നു. അതുകൊണ്ട് സൽമാൻ സൈഡിൽ നിന്ന് നോക്കണേ. അത് ശരിയാണ്. എന്ത് ശൈല ഇതില് പറയാനുള്ളത്? അനക്ക് ക്രെഡിബിലിറ്റി ഉണ്ടോ ഇല്ലേ? അനക്കില്ല അതാണ് പറയാനുള്ളത്. സൽമാനേ അന്നേ ആ സ്ഥലത്തില്ലേ അവിടുത്തെ അമ്മിന്റെ മുന്നിൽ നിർത്തിയടാ അല്ലേ ചുള്ളിയെ നമ്മളന്ന് കോളേജ് പോകുമ്പോ
ഞാൻ വിചാരിച്ചു ഈ പന്നി എടുത്തിട്ട് ബാക്ക് ഫോണൊക്കെ കയറ്റും അല്ലല്ല സെക്കൻഡ് കയറേണ്ട ആവശ്യമില്ല ഇപ്പൊ പിന്നെ ഡൗൺ ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കയറ്റി കൊണ്ടേ മതി ലൈസൻസ് ഉണ്ടോ പോലെ ഓടിക്കണ്ടല്ലോ എങ്ങനെ ഓടിക്കണേ വണ്ടി ഇടക്ക് നിക്കൂ അതൊക്കെ അതിന് പറഞ്ഞിട്ടില്ല ഇവിടെ നിക്കൂലട്ടോ അവനൊക്കെ തേടിട്ട് എടുക്കണോളാ ആ ബസ്സിന് മുമ്പിലേക്ക് കൊണ്ടുപോയി ആ പോസ്റ്റിന് എടുത്താണ് കൊണ്ടുപോയത് ഞാൻ ഈ പോസ്റ്റ് ഒപ്പം പോകുന്നത് ഇവിടെ എല്ലായിടത്തും പൊടിച്ചിട്ടുള്ള റോഡ് നമ്മുടെ റോഡ് വരെയൊക്കെ ഉണ്ട് സൈഡ് മാത്രം ഇതൊന്നും ചൊല്ലണേ ലൈസൻസ് ഇനി എടുക്കട്ടെ മോട്ടോർ വാഹനം നിയമം മറിയിലെടുക്കും ചുള്ളി അപ്പൊ എങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ എങ്ങനെയാണ് അത് കുറച്ചുകൂടി നിയമം അടിപൊളിയാക്കട്ടെ എങ്ങനെയാണ് നിയമം എങ്ങനെ അടിപൊളിയാക്കണ്ട എങ്ങനെയാണ് ഗൾഫിലത്തെ പോലെ ആ ഗൾഫിലത്തെ നിയമം എങ്ങനെയാണ് അത് നല്ല വളച്ചിട്ട് ആ സാധനങ്ങളൊക്കെ ആ സാധനം ആ ശ്രദ്ധിക്കണം ആ വളച്ചിട്ട് കീഴാണ് ശ്രദ്ധിക്കണം നമ്മള് അതുപോലെ എടുക്കണം എനിക്കൊരു 8 ഇടാര് വന്നു ആയ പോലെ തന്നെ 8 അറിയില്ലല്ലേ ആയിക്കോട്ടെ അങ്ങനെ 8 കാണുന്ന പോലെ ചെക്ക പഠിച്ചു പാട്ട് സൗണ്ട് കൂട്ടി കൊടുത്തേക്ക് സ്റ്റെപ്പ് ഇട്ടു മറ്റേ കടയൊക്കെ നമുക്ക് പാട്ട് പാട്ട് വെക്കണ്ടേ നമ്മളെ കൂടെ ഗായകണ്ടല്ലോ സെൽബാർ ഫാരിസ് പാടുന്ന ഒരു വീഡിയോ സൽമാനെ 2 പാട്ടിട്ടാ പാട്ട് അടിക്കാം പുതിയ മന്തി കട നമുക്ക് കുബാബെ പോയിട്ട് കോഴിക്കോടല്ലേ പോവാട്ടോ ഒരു സാറ് നല്ല മന്തി പറഞ്ഞിട്ടുണ്ട് ആരാ പറഞ്ഞു ഡൈനമൈറ്റ് അല്ലേ പറഞ്ഞേക്കാം കൂടുതലായി മനസ്സിലായി ആരാണ് പല പ്രശ്നങ്ങൾ വരും എന്താ 5-6 ആൾക്കാരെ ജസിമോന് മാനേജ് ജെസിമത് കട്ടേറാ മറ്റേ എടാ ഇനി എന്താ വെച്ച് പറഞ്ഞത് സത്യല്ലോ ശരിയാ ചുള്ളി മാസ്ക് ഇട്ട് കഴിഞ്ഞാ മറ്റാളെ പോലെയാണ് വിജയദേവറക്കൊണ്ട നാച്ചിന് ജീവിച്ച നാച്ചി ഇതിലാടാ നാച്ചി ക്യാമറ ഓടിക്കില്ല പക്ഷെ ഞാൻ ക്യാമറ ഓടിച്ച് കഴിഞ്ഞാൽ എടാ ഓന് കേട്ടിരുന്നിട്ടാ ചെക്കനെ എവിടെ കേൾക്കാൻ മടിയില്ല ഷെയ്ല് പറഞ്ഞ സെൽഫിഷ് കാര്യമാണ് നമുക്ക് ആരും നമ്പാൻ പറ്റില്ല ആരും നമ്പാൻ പറ്റില്ല 5 ആൾക്കാർ നാളെ ഫോട്ടോ സഹിതം വരും നായകളെ എന്ത് ഡ്രഗിന് സ്പെല്ലിംഗ് പോലും എനിക്കറിയില്ല ഇവിടെ നല്ല സാധനങ്ങൾ ഇവിടുന്ന് കഴിച്ചാ ഇതാണ് പറഞ്ഞ മുഫീദ അത് കൂട്ടി കൊടുക്കാനോ നോമ്പല്ലേ പക്ഷെ അവിടുത്തെ ഫുഡ് മുഫീദ എടപ്പാൾ ഹൈദരാബാദി ബിരിയാണി ഇട്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാം അല്ല പറയാ പ്രൊമോഷൻ ഒന്നും കൊടുക്കണ്ട പ്രമോഷൻ കിട്ടണി എന്നാ പിന്നെ നമ്മക്ക് വരാലോ
അന്ന് വരെ ഉദ്ദേശം നേരെ വിട്ട് നെഹദി ഗ്രേറ്റർ ദാൻ മുഫീദ് നമുക്ക് മന്തി ഗ്രേറ്റർ ദാൻ അൽഫാം അല്ല നമുക്ക് പിന്നെ അതിന് വേർക്കൊന്നും ചെല്ലോ ക്യാമറ പിടിച്ചിട്ട് അവന്റെ കൈ വേർക്കണ്ടോ കക്ഷ നീളലാണ് നമ്മളിപ്പോ കറങ്ങി വന്നില്ല ദോശ ഉള്ള ചിലത് ഷായിട്ടാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ വ്യത്യാസമുള്ള എസ് പിന്നെ ശബരിന്റെ എസ് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മള് ശബരിന്നല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പോയപ്പോ തമിഴ്നാട്ടിൽ പോയപ്പോ ദോശ അത് നമുക്കൊന്നും സ്ലാങ് അല്ലേ സ്ലാങ്ങിനെ കുറിച്ച് എന്താ പറയാ ചൊല്ലിക്ക് നമുക്ക് വരുമ്പോ വേണമെങ്കിൽ കേറാം. നല്ല അടിപൊളി സ്ഥലം. ആംബിയൻസ് ഉണ്ട്. ചുള്ളിന്റെ ചുള്ളി എന്തോ സ്റ്റോർ ഇടാൻ വേണ്ടി ഏതാടാ ആ ഇത് ഈ പോലെ തന്നെ ഇത് താണ്ടാ ഇതാണ് കട കേറിയൊക്കെ ഇപ്പൊ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് പറഞ്ഞു. ഇനിയിപ്പോ എങ്ങനെ കട്ട് ചെയ്യണം ആ കേട്ടോ സൗണ്ട് കേക്കണ്ടേ സംസാരിക്കണമെന്ന് കേൾക്കില്ല. നമ്മളെ 0.5 കേട്ടോ പുള്ളി ക്ലിയർ ഉണ്ടാ കുഴപ്പമില്ല വെളിച്ചം കുറവാ. മാക്സിമം മോഡല്ലോ ചുള്ളിക്ക് ഇത് സജസ്റ്റ് എനിക്ക് പറ്റിയ പുള്ളിയാ പിടിക്കും കുറച്ച് ഇതിന്റെ മേലോ റേറ്റ് കുറവ് എല്ലായിടത്തും റേറ്റ് എത്ര അങ്ങനെയാണ് എല്ലായിടത്തും റേറ്റ് കുറവാലോ മൊത്തത്തിൽ പൊതുവെ റേറ്റ് ഏതാണ് കുറവാ ഇതിന്റെ പിന്നാണെങ്കിൽ കുറച്ച് നല്ലതാവും ശരിയാ അതന്നെ പോയി പറയില്ലേ പോയി പറയില്ലേ ഏതാ കിട്ടില്ല ഒറിജിനലിന് ഇതാജെ ഈ സാധനൊക്കെ ധരിച്ചിട്ട് ബെർണാബിയിൽ ഇങ്ങനെ ഇറങ്ങേണ്ട മാനേജർ അത് ഒന്ന് ശ്രദ്ധിച്ചോട്ടാ ബെർണാബിയിൽ ഇറങ്ങണ്ട കഴിവുള്ളവനെ പുച്ഛിക്കുന്നോടാ ഞാൻ പറഞ്ഞോടാ ഇറങ്ങ ബെർണാബിയുടെ സ്റ്റേഡിയത്തിനുള്ളിൽ ഇങ്ങനെ ആ പിച്ചിക്ക് ഇങ്ങനെ നടന്നിങ്ങനെ പോണ്ട ആൾക്കാരാണ് ഇവിടെ എങ്ങനെയാണ് ഡ്രസ് എന്തൊക്കെ പാട്ടിനനുസരിച്ച പാട്ട് അല്ലേ അപ്പത് കുറെ ആൾക്കാർ ഇപ്രാവശ്യം കളിക്കും. എന്തിതോ ഇതൊക്കെ എന്താണ് ഇത് രസം ഈ ചെക്ക് ഇത് സ്റ്റേജ് മറ്റേ മൈക്കാണെങ്കിൽ ഇപ്പോഴൊക്കെ നൈസാ കിട്ടാ എനിക്കിങ്ങനെ പറഞ്ഞില്ലേ നേർച്ചിട്ടൊന്നും ഇല്ല ഇട്ട ഞാൻ വയറ് രസം ചെയില് പ്ലാൻ മാറ്റല്ലോ ഇത് രസം ചെക്ക് എടുക്കണ്ട ഞാൻ എനിക്ക് അവിടെ തട്ടാണ് ഞാൻ വല്ലതൊന്നും ഇതാ രണ്ടുമേ നടക്കൂലല്ലോ അങ്ങനെ ഇറങ്ങ അങ്ങനെ ചൂടായില്ലേ ഉച്ചക്ക് വരണ്ട എന്നോട് സിനിമ ഇന്നലെ ഞാൻ ഫുള്ള് ഉറങ്ങാണ്ട് നിന്നിട്ടാണ് അങ്ങനെ നിന്ന് എന്നിട്ട് എപ്പോഴും ഉറങ്ങണേ പിന്നെയും എന്നിട്ട് എപ്പോഴും ഇറങ്ങി നേരത്തെ ഇറങ്ങിയോ ഇല്ല 1 മണി 2 മണി
ഞാൻ 2 മണിയാവും. ഇന്ന് നേരത്തെ നീച്ചി അധികം ഉറങ്ങിയില്ല ഞാൻ. ഞാൻ 10 മണി എണീച്ചു. ഞാൻ രാവിലെ ഉറക്കം പക്ഷേ വേറെ എന്തെങ്കിലും പക്ഷെ 6 മണിക്ക് മറ്റേ വീഡിയോ ഇടാൻ ഉണ്ടാവും, ഷോർട്സ് എന്തെങ്കിലും ഇടാൻ ഉണ്ടാവും. ഞാൻ ആ നേരത്തെ ഇടല് സാധാരണ. ആൾക്കാർ കാണുന്നുണ്ട്, നോമ്പായിട്ട് 6 മണിക്ക് ആൾക്കാർ കാണുന്നുണ്ടാവും. ഞാൻ 6 മണിക്ക് ഉറങ്ങാം. 6 മണിക്ക് ഉറങ്ങല്. ഞാൻ ഒന്നൊരു 7:30 ഉറങ്ങി. ഞാനൊന്നും 6 മണിക്കാണോ നമുക്ക് വേണമെങ്കിൽ അത് തിരിക്കാനൊക്കെ ഇതിട്ടിട്ട സുഖം. ഇതാണ് കയ്യറിയില്ല. മറ്റേ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആവും. വിരല് ചെറിയ വിരല് സിറ്റോ വെച്ചു ഇതൊക്കെ എടുത്താണ് കൊണ്ടേലോ. മറ്റേ ഇതെടുക്കാം, ഇന്റർസെപ്റ്ററും ആ ഹിമാലയും തണ്ടറും ഓരോന്നിന്റെ ഓരോ സ്പെക്ക് ഇങ്ങനെ എടുത്താണ് കൊണ്ടുപോകാം. അതിന്റെ ചെറിയ സാധനം എടുക്കാൻ 200 കളിക്കോപ്പ് എടുക്കാം. ഓരോന്നിനും ഓരോന്ന് എത്ര കൊണ്ടാ. GT, ഇന്റർസെപ്റ്റർ, ബുള്ളറ്റ്, പിന്നെ ഏതാ ഹിമാലയ. അങ്ങനെയുള്ള ഓരോരുത്തരും ഓരോ സാധനം എടുത്താൽ മതി. നമ്മളിങ്ങനെ അല്ലേ അതെന്താ നമ്മൾ ഓരോരുത്തരും ഓരോ ബൈക്കല്ലേ വരുമ്പോ DND വരുമല്ലോ. തുറന്നില്ല. ഗ്യാസ് ഒന്നും മുറിക്കാണല്ലേ. പാടച്ചൊക്കെ ചാവാനായാലും നോമ്പ് പൊരിക്കൂല. അതാണ് ഞാൻ. എടുത്താലോ മറ്റേ സാധനം ആര് ഞാൻ നോമ്പ് വിളിച്ചുണ്ടാവും. രണ്ടടിപൊളി കുട്ടിയാണ്. ആരെ നോക്കി പല ആൾക്കാരും പലപ്പോഴൊക്കെ ആയിട്ട് ഈ പല്ലണ്ട ആരോഗ്യനാണ്. പല്ലിൽ ഞാൻ ആ എന്തിരിക്കണ ക്ലിപ്പ് കൊണ്ട് ഊരി കഴിഞ്ഞാൽ പല്ലിൽ എന്തിരിക്കണ കുട്ടാ. പല്ലിലെന്താ ചുള്ളിനാണ് നോക്കിയത്. അതല്ലേ എല്ലാരും തന്നെ നോക്കിയ സ്റ്റുഡിയോയിൽ ജന്നെ കേറിക്കോ. സ്റ്റുഡിയോ ഒരു പ്രാവശ്യം കയറി അപ്പോൾ നാച്ചന്റെ ആൾക്കാര് രണ്ട് കുട്ടികൾ നമ്മളെ ക്രെഡിബിലിറ്റിക്ക് മതി. ഫുൾ പെൺകുട്ടികളാണല്ലോ. പെൺകുട്ടികൾ പെണ്ണുങ്ങളും നായ്ക്കളത് ഫുള്ള് ഇടാൻ കട്ട് പറ്റില്ല ചെയ്ത് ഇടേണ്ടി വരില്ലേ. പക്ഷെ ഇതൊക്കെ കട്ട് ചെയ്തതിന് കണ്ടന്റ് ഉണ്ടാവില്ല. അതാ പ്രശ്നം. ഞാൻ കണ്ണു മുമ്പിട്ടാണ് കണ്ണ് ചിമ്മീറ്റി. പറയാൻ പറ്റില്ല. സൽമാൻ ആ കടയിൽ 900 ഷെഡ് എടുത്ത് ജോക്കി 900 ഷെഡ്. എന്താ പോണ്ടത് മേടിച്ച് പെട്ടണതോ നോക്കട്ടെ കളിയണ. ഞാൻ 2-3 ഷെഡ് എടുക്കാൻ പോയതാ. ഞാൻ ജെസ്സി മറ്റേ ഷെഡ് എടുക്കും. അവിടെ ജെസിമി ഇത് കിട്ടൊക്കെ ഈ ജെസിമി ഉള്ളതുകൊണ്ട് ജെസിമി എല്ലാം കൂടെ ഇട്ടോളി. എന്റെ പെണ്ണിനെ ഇവിടെ എടുത്താലോ. അവിടെ ഇവിടെ നിർത്തലട്ടോ. ചെലപ്പോ ആരെല്ലൊക്കെ കാണാൻ ആരെല്ലൊക്കെ കാണാം. ഇന്റെ വേബിള് ഇത് മുണ്ടാണ്ടെന്ന് വെച്ചാൽ പേരൊന്നും പറയല. പൊന്നാറിഷ്ടാ ബ്ലോക്കായല്ലോ. നേരെ നോക്കി ഓടിക്കിട്ടാ വണ്ടി. ശരീര ഞങ്ങള് സൈഡിൽ കൊണ്ടുകൊണ്ട് കുഴപ്പമില്ല. ഇത് നോക്കല്ലേ. റമദാൻ കരീം ബ്രോ. അസ്സലാമു അലൈക്കും വബറകാതുഹു. റമദാൻ കരീം ബ്രോ. ജിമ്മിന്റെ വീഡിയോയിലാണ്. അതാണ് ജിമ്മിന്റെ പക്ഷെ ഉണ്ടാക്കിയത് ആവശ്യമില്ല. ഉള്ളോടത്തും ഇല്ലാത്തോടത്തും വെള്ളം എഫക്ട് കൊടുക്കും. അതപ്പോ വീഡിയോ ഇറക്കിയോ ജിമ്മിന്റെ? നമ്മളെ വീഡിയോ എങ്ങനെയുണ്ട് കലിപ്സിന്റെ? സ്റ്റാൻഡേർഡ് ആയില്ലേ? ഒന്നും പറയാലോ. സ്റ്റാൻഡേർഡൈസേഷനാ, ഇംപ്രവൈസേഷൻ, എന്തൊക്കെ സെഷനാണ്. ഞാൻ നടന്നു വന്നാലോ? ഇല്ല, ചുള്ളിനെ നടക്കുന്നില്ല. ചുള്ളിനെ തിന്നാനുള്ള അവസരം ഞാൻ മുതലാക്കല. മുതലാക്കൂടെ ഞാൻ. ബട്ടർഫ്ലൈ എഫക്ട് അതാണ് പടത്തിന് പേര്. ബട്ടർഫ്ലൈ മാത്രം കണ്ട എഫക്ട് ഒന്നും കണ്ടില്ല. അവിടെ എന്താ ഈ തിരക്കിലൊക്കെ എങ്ങനെ കിട്ടാനാണ്. പെരുന്നാൾ മുടങ്ങിയടാ. ഇതിന് വെറുതെ ഇട്ട് ഇളക്കലട്ടാ. കുറച്ച് ഇളക്കാണ്ട് വെക്ക്. ഫുള്ള് ഇളക്കലായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇളക്കല. അങ്ങനത്തെ കുട്ടിയെ കരയിലട്ടാ ഞാൻ പറഞ്ഞ ശരിയല്ലേ. വണ്ടി പൊന്തിക്കടാ. എന്നിട്ട് അതിന് എയർ അടിച്ചാ പോരാ. ആകാശത്ത് കൂടെ എയർ അടിച്ചാ അതിലൊന്ന് സാപ്പിന്റെ കുപ്പിയെ കുറിച്ച് സൈഡ്
ഇയാളിത് എന്താണ് കാട്ടുന്നത്? ആരാണ്? അപ്പുറത്തോടെടുത്തോ എടുക്കാൻ പറ്റില്ല. എന്താണ് 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 കാക്കി? അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കസ്റ്റാർഡ് മിക്സ് ചോദിക്കാം. അപ്പൊ അപ്പുറത്തോടെ നല്ലൊരു പെണ്ണും കൊണ്ട് കൊടുക്കും. എന്താണ് ആശി പറഞ്ഞിട്ടോ? ഒന്ന് പോടാ. അയ്യോ അയ്യോ എന്റെ കല്യാണം മുടങ്ങിയേ. അയ്യോ എല്ലാരും മാറിക്കൊരു സ്റ്റെപ്പ് മോഡ് ഓൺ. ഇടട്ടെ ആരതിപ്പൊടി. എടാ ആരതിപ്പൊടിനെ കയ്യില് മോതിരിടണമെന്ന് ഉദ്ദേശിച്ചത്. റെഫറൻസ് പിന്നെ 3, 4, 7 ദിവസം ഉള്ളൂ. എന്നിട്ട് കുഞ്ഞ പറഞ്ഞല്ലേ കുഞ്ഞാണ് പക്ഷെ മറ്റേ ഫസ്റ്റത്തെ വീഡിയോക്ക് 150 views ആയി. കേക്ക് കുടിച്ചാലോ? 150 വീസിന്റെ സ്പോൺസർ ബൈ മുഹമ്മദ് നാഷിദ്. 150 വ്യൂസ്. നോമ്പിന് കേൾക്കുന്നതാണ്. നാളെ നോമ്പ് രാത്രി എന്നാലോ? രാത്രിക്ക് വേണ്ട. രാത്രി ഞാൻ ഷുഗർ ഡയറ്റ്. എന്ത് അങ്ങനെയാണല്ലേ എല്ലാരും മാറിക്കൊരു സ്റ്റെപ്പ് കിട്ടണം. ഞാനാണെ ബൈക്ക് പോകുമ്പോഴേ ഈ കളി നടക്കൂല ചെയ്യില്ല. അതെ നമുക്ക് ഇവിടെ ഇതിന്റെ അടി വർക്ക് ചെയ്താലോ? ഇതിന്റെ അടി വർക്ക് ചെയ്യാം. ഫ്രീ ആണോ? ഇതിന്റെ ഉള്ളിൽ അടി വർക്ക് ചെയ്യാനായിട്ട് നടക്കാം. ഫ്രീ ആണ്. ഫ്രീ ആണേ ഓക്കെ. എന്തിനാ പറയുള്ളത്? ഫ്രീയാ നാച്ചിലെ ചെറിയല്ല സീറ്റിന്റെ നീക്കണ വെച്ചിക്കണേ. എനിക്ക് എങ്ങനെയാണ് പറഞ്ഞാലേ അറിയുള്ളൂ. ജയിക്ക് നോക്കണ്ടേ പിന്നെ സ്ക്രീൻ എന്തിനാണ് അവിടെ? ഞാൻ ഫ്രണ്ടിക്കല്ലോ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. എല്ലാരും സ്റ്റെപ്പ് കണ്ണാടി ചുള്ളിന്റെ തുപ്പാൻ ചാൻസ് ഇല്ല. കാരണം ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കി പക്ഷെ അതിന് വ്യൂസ് ഇല്ല. ചുള്ളിന് മറ്റൊരു വ്യൂസ് ഉണ്ട്. ചുള്ളിന് മറ്റൊരു വ്യൂസ് കയറിയിട്ടില്ലേ? നൈസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിന് നമുക്ക് വ്യൂസ് കയറണ നല്ല റീച്ച് പ്രതീക്ഷിക്കരുത്. നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഒരാഴ്ച പോയിട്ട് നമ്മൾ വീഡിയോ തുടങ്ങി. കൈ മടക്കണ പിന്നെ ഫെഡറൽ ബാങ്കിലും കയറാണ്ട്. ATM അതിനിപ്പോ എന്തോ വണ്ടി വേറെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ആകാശം ഇടിച്ചിട്ട് പോകുന്നില്ലല്ലോ. പാർക്കിംഗ് വാഹനങ്ങൾ മാത്രം. പിന്നെ കപ്പലവിടെ കൊണ്ട് നിർത്തല് അയാളെ സ്ഥലമാണ്. അത് ഓരോ വാഹനങ്ങൾ വരണം അവിടേക്ക് ആ ബിൽഡിങ്ങിലേക്കുള്ള വേഗം നിർത്തിട്ട് അവിടെ ചുള്ളി മറ്റേ കളിക്കപ്പോ 1, 2, 3 എല്ലാരും മാറിക്കൊരു സ്റ്റെപ്പ് കിട്ടണം. എന്റെ കാര്യം പറഞ്ഞ എന്തിനാണ് ഈ മാസ്ക് കിട്ടിയിരുന്നത്? അല്ലെങ്കിലോ ചൂടാണ്. പുരുഷന്മാര് നോക്കില്ല മാസ്ക് ഇവിടെ ചൂടായോണ്ട് മാസ്ക് ഇട്ട് ഞാൻ മുഖം ഒന്നുകൂടി ഫുള്ള് വേർക്കും. ആ മുഖത്തിന് ഫുള്ള് പൊടി അടിക്കാണ്ടിരിക്കാൻ ഞാൻ പൊടിയാണ് ഉദ്ദേശിച്ചത്. ചൂടല്ല ഉദ്ദേശിച്ചത്. ആരെങ്കിലും പള്ളി കയറണ്ട. ഫുള്ളി സ്കെച്ചാ നിങ്ങളാണ് നിസ്കരിച്ചില്ലല്ലോ. എനിക്കറിയാ. ഞാൻ ഇറങ്ങി. ഞാൻ പള്ളി സ്കെച്ച് ഇറങ്ങി. ഭാര്യയാണ് ജസീമിന്റെ ശൈലി. എന്താ ഭാര്യമാര് മാത്രം നിസ്കരിക്കാൻ പറ്റുള്ളൂ? ഒരു മുസൽമാന് മറ്റൊരു മുസൽമാനോട് നിസ്കരിക്കാൻ പൊന്നേമില്ല. നാളെ എടുക്കാം ഡ്രസ്. അല്ലെങ്കിൽ പെരുന്നാൾ കേട്ടെടുത്തു. ഡ്രസ് കട കാണുമ്പോ തന്നെ എന്തോ പോലെ ഫുള്ള് തിരക്കടാ. ഇത് പിടിക്കാനുള്ള ടാസ്ക്. കൈ ഇതാക്കും വലിയ സീനില്ല. വണ്ടി
ചർച്ച എന്താ നല്ല ലാസ്റ്റ് ഫസ്റ്റ് വന്ന കളക്ഷൻ ഉണ്ടാവും, ലാസ്റ്റ് ഒക്കെ നമ്മൾ കളക്ഷൻ തുടക്കത്തിലൊന്നും കളക്ഷൻ അല്ല, തിരക്ക് കൂടുമ്പോഴോ ഒരു പുതിയ സ്റ്റോക്ക് അതിലിടാൻ പറ്റൂടാ. എല്ലാം ഇങ്ങോട്ട് ചാമ്പിച്ചാലേ എങ്ങോട്ടാണിത്? അപ്പുറത്തേക്കാ? അതിനുള്ളിൽ ഇടാൻ ഗ്യാപ്പ് നോക്കാം. എന്നിട്ട് വേണം ഞാൻ മാറ്റാൻ പറയാൻ. അതിനുള്ളിൽ മാറ്റാൻ മതി. ഇതിന്റെ ഇല്ല, അത് എത്ര കാർ ഇട്ട് ഇനി ഏതോ പറയാന്റെ പേര് പറഞ്ഞാൽ മതി. അതെ, മുഹമ്മദ് പറയും. എന്റെ പേര് എനിക്കറിയില്ല. എന്താ ഇങ്ങോട്ട് ഓടുന്നു? ഓടിയിട്ടൊന്നും കാര്യമില്ല. പിള്ളേർ നല്ല പിള്ളേരൊക്കെ നല്ല ചെയ്യില്ലോട്ടല്ലേ നമുക്ക് നടന്നെത്തി പിടിക്കാം. ചിരിക്കണോക്കെ ഇറങ്ങി നോക്കാം. നാജുള്ളി എസ്കോട്ട് എസ്കോട്ട് ഉണ്ടോ? അല്ല ഇങ്ങനെ ഫുള്ള് പാട്ടാലോ. അവരെ ഓണറാണ്. വെള്ളം കുടിക്കാൻ എന്ത് ധൈര്യമാണ്. ഇത് ബ്രൈറ്റ്നസ് കുറച്ചല്ലോ ഒന്ന് കാണാൻ ചേട്ടാ. വെറൈറ്റി ആണ് ആരളില്ലാത്ത. അതിനത് കാണിക്കണ്ട, ഞാനത് നോക്കണത്. അതിന്റെ ആ ഒരു ലൈനല്ലേ, ലൈൻ എടുക്കാനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഫിറ്റ് ചെയ്ത് നോക്കും. ഞാൻ എപ്പോഴേക്കാം ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ആവാൻ എടുക്കുന്നുണ്ടോ? കിട്ടിയാലോ സൽമാനെ? കിട്ടിയ മഞ്ഞ എടുത്താലാന്ന് എടാ. എല്ലാ ഇപ്പൊ ആലോചിച്ച് നോക്കാം, എല്ലാതും ഇന്റെ കളറ്, എല്ലാതും ഇന്റെ പാട്ട്. ഇപ്പൊ എന്താ പേര് വെച്ചിരിക്കണൊക്കെ? സൽമാനെ ചേർച്ചിട്ട് കേട്ടോ. ഫിറ്റ് ചെയ്തോക്കാം. ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു കളറാണ്. ആടെ ജിസ്മിന് പിങ്ക്, അത് പിങ്ക് അല്ല പീച്ചാണ്. പൈസ ഒന്നും നോക്കണ ആവശ്യമില്ല. ഡിസ്കൗണ്ട് ആക്കി അന്റെ തരണ്ട ആൾ ഓണം തൊടാൻ പോയി. പെണ്ണെന്ന് മനസ്സിലാവണ്ടേ. ഇവിടെ യൂണിസെക്സ് അല്ലതൊക്കെ. ഇനിയിപ്പോ എന്തേനു അടുത്ത എവിടെ? കാർഡപ്പ് പോണോ? ചെലപ്പോ അവിടുന്ന് എത്ര വേണ്ട അവിടുന്ന് കിട്ടുക. നമുക്ക് ദേശീയ അവരൊക്കെ ചുണ്ണി കളിയാ അവിടെ പോയി അങ്ങോട്ട് പോയിക്കോ. അല്ല നീ ഇതൊക്കെ ഇടേണ്ടി വരും. ഇങ്ങനെ വെക്കുക. സെൽഫി എടുക്കുക, എടുത്തിട്ട് വിട്ടെടുക്കും.
അതിനോടെ 6 pack ഒരു pack കാണിച്ചു ചെക്ക് എടുക്കാൻ സെയില് ചെക്ക് അധികം എടുക്കില്ലല്ലോ പിന്നെ സെയില് ഫുള്ള് ചെക്ക് ചെയ്ത് ചെക്ക് ഇല്ല ആ ശരിയാ അങ്ങനെ പറയും ഇപ്പൊ ഫുള്ള് പ്ലെയിൻ ആണ് ചെക്ക് ചെയ്ത് പ്ലെയിനേക്ക് മാറി വിശാലുണ്ടായിരുന്നല്ലോ ജനിച്ചല്ലേ നോമ്പറൊക്കെ ഉണ്ടായിരുന്നു വിശാല വിളിക്കാന്നല്ലേ വിശാല വിളിക്കാൻ വന്നത് വെറൈറ്റി ഇത് എടുക്കുവോ ഇത് വെറൈറ്റി ഡിസൈനാണല്ലോ എടുക്കുക ചാർജൊക്കെ അങ്ങനെ ഇട്ടോ വിളിക്കും ഓഫീസല്ലേ എന്തോ ഇങ്ങനത്തെ തന്നെ പറഞ്ഞു ഇങ്ങനത്തെ പറഞ്ഞു പിന്നെന്താ സത്യല്ലേ അല്ല ഓനക്ക് ഇഷ്ടം എടുത്തോ അല്ല സീനൊന്നും ചെയ്യണി ഞാൻ നീങ്ങുന്ന ഇതാക്കി നല്ല രസം ചെക്കനണ്ടി തന്നോട്ടോ രസം എനിക്കിഷ്ടായി എടുത്തോ സീരിയസ് ആയി പറഞ്ഞ എടുത്തോ രസമുണ്ട് നായ്ക്കളെ ആ ചെക്കനെ നാക്കണേ ചെരുപ്പ് എടുക്കണ്ടേ ചെരുപ്പ് എന്തായാലും എടുക്കണം ഷൂ ബോക്സിൽ പോട്ടോ ഷൂ ബോക്സ് നല്ലതാണ് ചെരുപ്പ് എടുക്കണം എടുത്താലും ബ്ലാക്ക് എടുക്കും ഫുൾ ബ്ലാക്ക് അടിച്ചാൽ എങ്ങനെയാണ് മലക്കും ഉണ്ടാവും ഫുൾ ബ്ലാക്ക് കൂടിട്ട് ആവണം ചെരുപ്പാ ചെരുപ്പും അല്ല മൊത്തത്തില് ചെരുപ്പ് എടാ ഞാൻ മൊത്തത്തിൽ പറഞ്ഞടാ എന്നൊരു കാല് ചൂട് എടുക്കണം സൽമാൻ കാല് ചൂട് ചെരുപ്പ് ബ്ലാക്ക് ആക്കി ചെരുപ്പ് നമ്മളുള്ള പാൻറ് എടുക്കും ഒറ്റ പാൻറ് എടുക്കും അതുണ്ടാവും ഓനെടുത്ത് ഒരു പിങ്ക് അത് വിചാരിച്ച തന്നെ കിട്ടിയില്ലേ കറക്റ്റ് പ്ലാൻ ചെയ്ത് തരണം അപ്പൊ കിട്ടും അതിൻ്റെ അതൊന്ന് അടിച്ചാൽ മതി പക്കാവും അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കെടുക്കും അതിന് ആശയം നടക്കാൻ നടക്കേണ്ടി വരും മുടി കിട്ടാൻ മുടി കിട്ടാ അല്ല മുടി കെട്ടാനല്ല ഞാൻ ഈ അടുത്ത് ഡിസ്കൗണ്ട് ചെയ്താ 2200 സത്യമാണല്ലേ അത് കൂട്ടിട്ട് കയറാ ഒരു ഷർട്ട് ഒരു പാൻറ്റല്ലേ 2200 അത് വലിയ കുറവൊന്നുമില്ല ഒരു ഷർട്ട് ഒരു പാൻറ് 2200 അന്റെ കഴിഞ്ഞോ നമുക്ക് മറ്റേ അയ്യാടുക്കാം ഞാൻ മറ്റേ ഇങ്ങക്ക് എടുക്കണ്ട ഞാച്ചിക്ക് ഷർട്ട് ഞാച്ചി പാൻറ് എടുക്കില്ല ഷർട്ട് ഇവിടെ നോക്കണ്ട ഇത് കാറി വെച്ചോ ആയിക്കോട്ടെ കാർ അവിടെ അല്ലേ ഞങ്ങൾ കാറി വെച്ചിട്ടോ അതുകൊണ്ട് കൊടുക്കും നമുക്ക് അതുവരെ നോക്കാം ടൈം ലാഭിക്കാം വേണ്ട നമുക്ക് കലാപരിപാടി
അപ്പൊ അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് എന്നാ കൈ പിടിച്ചോ നാളെ നോക്കണേ ഏതാണെല്ലാം നോക്കണേ അനക്കിൽ കുട്ടിയില്ല നോക്കണ്ടേ ലൂട്ടി നോക്കണ്ട പിന്നെ ലൂട്ടി നോക്കിയിട്ട് കൊല്ലം തിരക്കോ നല്ല തിരക്കോ കുട്ടികളോ ഇപ്പഴും തിരക്കണേനല്ലോ എന്ത് എല്ലാവരും അവർ ഞാൻ പിടിക്കും ഞാൻ ഒന്ന് പിടിച്ചാൽ എന്ത് ഭക്ഷ്യവേദന ആകെ 2 കവറുണ്ട് ചെയ്യുന്നുണ്ട് അതിനപ്പോ ആ സ്ട്രൈച്ച് ഉണ്ടായിട്ടുണ്ട് ലൈറ്റ് വരണം പക്ഷെ അത് ഇതിന്റെ കുറച്ച് കമ്പോസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ലൈറ്റ് വരെ കമ്പോസ്റ്റാ അത് അടുപ്പിച്ചല്ലേ ലൈന് അതിന്റെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളല്ലേ കുത്തിട്ട് സ്ട്രൈപ്സ് നോമ്പട്ടാ അന്റെ നോമ്പ് നോമ്പുണ്ട് അതിനിപ്പോ നോമ്പില്ല ശരി എന്തുണ്ടാ ഒക്കെ മൊത്തം കുട്ടികളാണ് അതാ നോക്കിയാലുണ്ടെങ്കിൽ ഓഫാക്കി വെച്ചോ ചുള്ളി എടുത്തറാ വീഡിയോ എടുത്തോ ചുള്ളി വീട് എടുക്കില്ല അതെ വീട് എനിക്കേ കഴിവുള്ളൂ കഴിവില്ലടാ കഴിവില്ലാത്തോട്ട് എടുക്കണ്ട പോളാ ഓരോ ഡായ്പർ വന്നത് എന്റെ ചെറിയ പിന്നെ എങ്ങനെ എടുക്കുക ഓന് ഒരാളെ ഫോക്കസ് ചെയ്ത് എടുക്കുക വൈഡാക്കില്ലല്ലോ ഇങ്ങനെ എടുക്കുക ഫ്രെയിം കറക്റ്റ് ആക്കിയാൽ പിന്നെ ഓന് സംസാരിക്കില്ല അപ്പൊ വീട് വേറെ എടുത്തിരിക്കാൻ പോവാ അവർക്ക് എടുത്തിട്ട് ശീലം ഉണ്ടാവില്ല അപ്പൊ അത് കൊണ്ടുവച്ചു നമുക്ക് മേലെ വേർട്ടോ കൊണ്ടുവച്ചു നമുക്ക് അതിനുള്ളിൽ കയറുമ്പോൾ ഓഫാക്കടാ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അല്ലേ നമുക്ക് പുറത്ത് സംസാരിച്ചു ഡ്രസ് എടുക്കലുണ്ട് ഡ്രസ് എടുക്കലുണ്ട് വ്ളോഗ് പറഞ്ഞാൽ ഉള്ളിൽ കയറി അതിനുള്ളിൽ ഓ ഉള്ളിലേക്ക് എവിടെ അത് ഒന്നുകൊണ്ടല്ല അതിനുള്ളിൽ നമുക്ക് മൈക്കില്ല നമുക്ക് കയറാം നമുക്ക് അത് ഇനി കട്ടതല്ല നമുക്കതിനുള്ളിൽ പുറത്തിറങ്ങി പറ്റുള്ളൂ മൈക്കില്ലാത്തതുകൊണ്ട് ആകെ വോയിസ് ഷർട്ട് വന്നിട്ടുള്ളൂ പണിയാവും അതുകൊണ്ടാണ് അതിനുള്ളിൽ നിൽക്കാത്തത് മൈക്കണേ സുഖമാണ് നമുക്ക് മൈക്കണേ സുഖമാണ് മൈക്കണേ ഇങ്ങനെ സംസാരിക്കാത്ത ഹലോ ഹലോ മകനുള്ളിൽ കയറാം ബംഗാളി സൂപ്പറായിട്ട് എടുത്തരും ഇത് കിട്ടിയാണോ ഫ്ലവർ അവിടെ കുറെ ഉണ്ടല്ലോ ഇവിടെ ഫുൾ തിരക്കാണ് എടുക്കാൻ അവിടെ കുറെ ഫ്ലവർ ചെക്കല്ലേ മറ്റേ അവിടെ നല്ല കളക്ഷൻ ഉണ്ടല്ലോ ഫ്ലവറിന് ഫ്ലവർ ഇങ്ങനത്തെ കാര്യമില്ല ഫുള്ള് ഫ്ലവറാണ് പെരുന്നാൾ പിടിച്ചോ ആ വരുന്ന അതില്ല എന്നെ ബോഡി കാണാൻ വൃത്തി കയ്യൊക്കെ നല്ല കാണുന്നുണ്ട് അതില് ഏതാ കൈ 6 പാക്ക് അല്ല മെന്നിന്റെ അണ്ടർവെയർ ആണ് ചുമ്മാ സെലിബ്രിറ്റി അത് ശരിയാ എവിടെ ഫോൺ വിളി ഏതാ സാധനല്ലേ ചെക്കൻ്റെ ഇത് വൈറലാവും അത് ഷോർട്സ് ഇടാം അടിയാണ് വിടാ എന്തെടുക്കാൻ പോയതാ പോവാ എന്തിനു പോണിഞ്ഞ് കിട്ടിയില്ലേ ആദ്യം പറയണ്ടേ എന്നാ കാറിൽ കുറച്ചേ ആ നോക്കാം അടുത്ത കണ്ടാവണ് ഇനി എന്ത് ചെയ്യാ അടുത്താണ്ടാവണ് അടുത്ത് ഡാക്സോ നോക്കാൻ പറഞ്ഞ അങ്ങനെ നടക്കും നടക്കല്ലേ
ഞാച്ചോ ഇവിടെ ഉണ്ടാവോ നോക്കി പോവാ അല്ല വരാ പോയിട്ട് വരാം എനിക്കിപ്പോ ഷർട്ട് എടുത്താലല്ലേ പാന്റ് കയറാൻ പറ്റുള്ളൂ. അതെന്താ കുറെ വേഗം തിരക്കേന് അത് ഫിറ്റ് ആയില്ല അല്ല സെറ്റ് ആയില്ല എനിക്ക് ടീഷർട്ട് എടുക്കാൻ ആർക്ക് നമുക്ക് അവിടെ നിൽക്കാം പാൻറ്റാനെ ചിലപ്പോ ഉണ്ടാവും. എന്നോട് പറഞ്ഞേ അതെടുത്തിട്ട് പോളൻ ടീഷർട്ട് എടുക്കാൻ അവന് ചെയ്ത സാധനം അതെടുത്തിട്ട് ആ അണ്ണ വിളിച്ച് കുറച്ച് അപ്പണ്ടേ ബോഡി കുറച്ചും കൂടെ ഒക്കെ ബോഡി വേണമെന്ന് ആരി ഓന് പിന്നെ ഇനി അർണോൾഡ് വരാ ജിമ്മൽ എന്നിട്ട് കാര്യമില്ല സെയിൽ അതിനെന്താ പറയാനുള്ളത് ഒന്നെ കാണിച്ചു കൊടുക്കടാ രണ്ട് ബോഡി നോമിന നേരെ ജിമ്മിന് നല്ല പിന്നെ അപ്പൊ തന്നെ ബോഡി വെക്കില്ല. കക്ഷ ദൃഷ്ടി കഴിച്ചിട്ട് കാര്യമില്ല. ഇവിടുന്നാണ് ഞാൻ കഴിഞ്ഞ വരുന്ന ഫ്ലവർ എന്നാ കയറി വെക്കാം ഇവിടെന്താ പാട് കയറി ഇറങ്ങാം. ഈ സീസണിൽ എന്തായാലും ഉണ്ടാവും. എല്ലായിടത്തും 1000-1500 റേഞ്ചിന്റെ ഷർട്ട് എല്ലായിടത്തും ഉണ്ടാവും. കയറി വെക്കാലോ ഇവിടെ കയറി വെക്കാലോ പാർക്കിംഗ് ഇല്ല, കാർ ഇട്ടാ ശരിയാവില്ല. അതിന് റീൽ ചെയ്തല്ലോ ആ പാട്ടില്ലേ ചെരുപ്പ് എടുക്കണ്ടേ കൈ വസ്തുത കേട്ടല്ലോ വണ്ടി എടുക്കില്ല, അങ്ങാണ്ട് പോവാ. അല്ല അല്ലേ ഷൂ ബോക്സ് എവിടെയാണ്? ആ അപ്പൊ ചെരുപ്പ് എടുക്കാൻ പോവാ. അതിന്റെ ഒക്കെ ഇപ്പൊ എന്റെ കാണിക്കണ്ട കട്ട് ചെയ്താളാ ഞാൻ കട്ടിയുള്ള അവസ്ഥയ്ക്ക് എന്റെ ചെരുപ്പ് കാണിക്കാൻ കണ്ടല്ലേ കട്ട് ചെയ്യുന്നതാണ്. എന്റെ ബാക്കിൽ ഇങ്ങനത്തെ ഈ പാനാണ് ഈ പാനാ എണ്ണ ആരൊക്കെ സ്പോൺസർ? എന്നാ ഞാൻ കേട്ടാ എന്ത് എന്ത് എല്ലാരും കൂടി നോർക്കുന്നതാ. ഞാൻ ബസ് വരാം. പ്ലേറ്റ് നമ്മോട് എണ്ണ അടിച്ചാ പറഞ്ഞു. ബാക്കിയുള്ള കവറോ എണ്ണ ചെലവൊക്കെ ചെയ്യാണെന്നോ? പിന്നെന്താ ഞാൻ കാറിപ്പോ പിന്നെ 24 മണിക്കൂർ കാറിലാണ് ഞാൻ കാർ എടുക്കുന്നത്. ഞാൻ സർപ്രൈസ് ആയി സത്യം. ഞാനും കാറിലാന്ന് പറഞ്ഞപ്പോ ഞാനും സർപ്രൈസ്. ഇങ്ങോട്ടായി പറഞ്ഞാണ് വെയിലല്ലേ അപ്പൊ ഞാൻ കാറിലാണ്. ഇവിടെ എങ്ങനെ അവസ്ഥ? ഇവിടെ പോയി നോക്കാം. ആ 9 നോമ്പെടുത്തോ നോക്കണില്ലേ? എനിക്കൊന്നും ഇല്ലടൂ. അങ്ങനെ അപ്പുറത്തെ ഞങ്ങൾക്ക് ആദ്യമുള്ള നോക്കി, പക്ഷെ നല്ല വില ആർക്കൊന്നും ഇല്ല. ഞാൻ പാർക്ക് ചിലവഴിക്കാൻ എനിക്ക് വണ്ടർലേക്കുണ്ടാവില്ല. ശരിയാ നമ്മൾ പരമാവധി മുറിക്കണം. ഞാൻ അപ്പുറം ഇനി വണ്ടർലേക്ക് പോകാനൊക്കെ ഇപ്പോഴും മെസ്സേജ് റെഡിയാ തളർത്തി കൈ തളർത്തി റെഡിയാ. എന്താണ് എടുക്കണേ ശരിയ? എന്നാ മറ്റേ പാൻറ് എടുക്കുന്നുണ്ടോ? കല്യാണത്തിന് ആവശ്യം വരും. ഇത് ചെയ്തിട്ട് നടത്തണ്ട് മോനെ. മറ്റേ സാധനം ഇട്ടിട്ടല്ലേ ചാള കെട്ടിട്ട് ഇതട്ടോ ഇത് നമ്മളതിലുണ്ട്. കളിയാക്കി കൊന്നില്ല. ചെയ്യാൻ ഞങ്ങൾ കളിയാക്കി. ഇവനാടാ ഇവളിലും നമ്മളിങ്ങനെ കടയിൽ വന്നിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യണോക്ക്.
ചുള്ളിലാണ് ന്യൂജൻ. ഇത് റേറ്റ് കൂടുതലാണ് ഇവിടെ കണ്ട. നമ്മൾ ഓൺലൈനിൽ ഓർഡർ റേറ്റ് കുറയും. എത്ര അത് ഫിറ്റല്ലെങ്കിലോ? ഫിറ്റെല്ലാം അങ്ങനെ സൈസ് ഒക്കെ ഓർഡർ പൊട്ടണ പോലെ ചെയ്യും. സൈസ് തെറ്റ് വരടാ മണ്ട. എല്ലാരും കറക്റ്റ് തന്നെ അയച്ചു കൊടുക്കല്. ഓർഡർ ചെയ്യുമ്പോ നമ്മള് തെറ്റിട്ട് അയച്ചു കൊടുക്കല്. അതെന്തീ പറയണേ? തെറ്റി അയച്ചു കൊടുത്താൽ റിട്ടേൺ വരുമല്ലോ. ആ റിട്ടേൺ അയക്കേണ്ടി വരും. അതൊക്കെ പണി തന്നെയല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. നിക്ക് നോക്കട്ടെ, ഞാൻ നോക്കിട്ടില്ല. ഫോൺ ഓഫ് വീഡിയോ എടുക്കുക ഞാൻ നോക്കാം. സെയിലൊരു ചെരുപ്പ് എടുക്കുക. മുത്ത കറക്റ്റാണ്. ഈ സമ്മതിച്ചു കൊടുത്തോനെ അപ്രൂവ്ഡ്. ചുള്ളേ ഓർഡർ ചെയ്യുമ്പോഴും അതാണ് എപ്പോ ഓർഡർ ഓർഡർ അപ്പുറത്തേക്ക് പറയാൻ നിക്കട്ടെ ചീറ്റ. ഒരു പ്രാവശ്യം ആവർത്തിക്കാം, രണ്ടാമത് ആവർത്തിക്കരുത്. ചക്കാതെ വിളിക്കണ് സാധനം ഇങ്ങനെ കാട്ടക്കടല്ല. കാട്ടക്കടല്ലേ ചോപ്പാട്ടാ. ഇതിന് നമ്മളെ സ്പൈഡർമാനോട് വരക്കാം നമുക്ക്. ഞാൻ മറ്റേ പിങ്ക് ഇതെടുത്തോ? ആ ലൈറ്റ് പിങ്ക് ഷർട്ടിക്ക് ആ ലൈറ്റ് പിങ്ക് ഇതെടുത്തല്ലോ. അത് കിടിലോ. വെള്ള പാൻറ് എടുത്തോ? വെള്ള പാൻറ് ഞാൻ ഒഴിവാക്കി. വെള്ള പാൻറ് ചത്തലേക്ക് വെള്ള പാൻറ് എടുത്താൽ വേണം എനിക്ക്. ഞാൻ തൊട്ടങ്ങനെ വിടും. നാച്ചോട് ആരറ്റ അടി വിടുന്നുണ്ട്. നാച്ചോട് ആരറ്റ അടി വിടുന്നുണ്ട്. നാച്ചോട് അടി വിടുന്നുണ്ട് ആരട്ടെ. ചുള്ളേ ഓർഡർ ചെയ്തോ? ചെരുപ്പ് ഓർഡർ ചെയ്തോ? ഓർഡർ ചെയ്യണം ഇപ്പോഴല്ല, 2 ദിവസം. മെക്സിക്കോ അല്ല നോർമലി ഇതൊക്കെ ഇട്ടോ കണ്ടു. എങ്ങനെ നടക്കാന്ന് കാണിച്ചാ? വേണോ? അത് ഇതോ ജസീമിനല്ലാതെ നമുക്ക് സ്ലിപ്പോൺസിന്റെ അടിയിൽ മറ്റേ ലോക്ക് പൊടിച്ചിട്ട് മറ്റേ പിന്ന് കുത്തി കയറ്റിട്ട് ലോക്കാക്കിയ സാധനം. പുതിയ ട്രെൻഡ്. മറ്റേ സൈക്കിളിന്റെ താരം. അതെത്ര ഉള്ളൂ ജസീമിന്റെ സൈക്കിളിന്റെ ബ്രേക്ക് ചെയ്യുന്നത് പണ്ട്. ബ്രേക്ക് മാത്രല്ല ഒച്ചയല്ലേ. മഡ്ഗാർഡിന്റെ മഡ്ഗാർഡിന്റെ സൈക്കിൾ രണ്ടിനും ഒച്ച ആവശ്യമില്ല. എന്റെ ആവശ്യമില്ല. എന്റെ കിട്ടി 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 മഡ്ഗാർഡിന്റെ പകുതി ആൾക്ക് പോയി. ഇത് കണ്ട കളക്ഷൻ കുറവാണ് ഇവിടെ. കളക്ഷൻ ആവശ്യത്തിന് പോയി. ഇതിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളെ ചെരുപ്പിന് അധികം കളക്ഷൻ ഇല്ലേ. ചെരുപ്പ് എല്ലാരും എടുത്തിക്കണം, അതാണ് സംഭവം. ഞാൻ വേറെ നോക്കണേ. നമുക്ക് വേറെ പോയി നോക്കാം. വേറെ പിന്നെ ഇവിടെ ഉള്ളത് അവിടെ ഉണ്ട്. അതിന് മുകളിൽ മൈച്ചിൻ്റെ അവിടെ പോയാക്കാം. അവിടെ ഒരു കട പോയി ഖത്തം. എന്ത് പാട്ട്? ഞാൻ അവിടെ നോക്കി. ആ അത് കൊണ്ടുപോയല്ലോ. അല്ല ഓക്കി വേണേ. എല്ലാം മുണ്ടാതെ നടന്നെങ്ങനെ ഇന്നലെ പറഞ്ഞ നടക്കണ്ടേ? അയ്യടാ എണ്ണ അടിക്കണ്ട. ഞാന് നടന്നു പോവാത്. ഗൊപ്പു വിളിക്കണ്ടല്ലോ. ഗൊപ്പു ആര്
എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് വിളിക്കുക. അതായത് തമിഴിലൊരു ഫോട്ടോ ഒക്കെ ഉണ്ടോ? നമുക്ക് ഡ്രസ് ഇങ്ങനെ പിടിച്ച് പെട്രോൾ പമ്പിന്നാ? അല്ലടാ അല്ല, ഇതിങ്ങനെ പിടിച്ചെന്നാ അല്ല ഒരാളല്ല, നമുക്ക് ഗ്രൂപ്പിൽ എടുക്കാം. എല്ലാരും കൂടി അത് വീഡിയോ തന്നെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഞാൻ സ്ക്രീൻഷോട്ട് തരുന്നു. അല്ല വേണ്ട, ഫോട്ടോ എടുക്കല്ലേ? ഫോട്ടോ എടുക്കല്ലേ? നേരെ വെക്കില്ലേ സീസണിലെ നല്ല ഷോപ്പിക്ക് ഫസ്റ്റ് കയറി അവിടെ ഒന്നുകൂടി പോകണം. പോളോക്കോ അങ്ങനെ നോക്കി കയറണ്ട. പോകിലാണ് പോളാണോ എവിടെ കൊണ്ട് രണ്ടും കണക്കാ. നോക്കി കയറിയേക്കാം, എന്തായാലും പോള കയറിയല്ലേ. ഇവിടെ ഇരിക്കട്ടെ എന്തായാലും. ഓൺലൈനിൽ കുറവാണല്ലോ. അത് ചലിച്ചാവില്ല. തമിഴ്നാട് ബൂട്ടാവും ഇവിടുത്തെ. എല്ലാം നോക്കി ഫ്ലിപ്കാർട്ടിലൊക്കെ എല്ലാതും അങ്ങനെ ഓൺലൈൻ എംപവർ ആണ് പുച്ചാണ്. ഓൺലൈൻ അങ്ങനെ വെച്ചേ എനിക്ക് പുച്ചല്ലേട്ടാ. ഞാൻ എന്റെ ഷൂ ഒക്കെ ഓൺലൈൻ നടത്ത്. അതാണ് ജെസ്സി, ഓൺലൈൻ ജെസ്സി. എന്റെ ഷൂ അത് വരണ്ടായിരുന്നു. എത്ര അടിക്കണേ പറഞ്ഞോടേ. ഞാനല്ല, നമ്മക്കൊന്നും അറിയില്ല. അതിന് നാട്ടിൽ പോകും. കണ്ടിട്ട് കൊടുക്കടാ. എന്താ എല്ലാരും പൈസ മുണ്ടാട്ടിരിക്കണത്? അതെന്താണ് വിറ്റര് കാണിച്ചിട്ടുണ്ടോ? 200 അമ്മ അടിച്ചോ? ഞാൻ 50. നിങ്ങളാ ചെക്കൻക്ക് പൈസ ഇട്ട് കൊടുക്കണം കേട്ടാ. ഒരു നടന്നിട്ട് പിടിച്ചാലോ? ഞാന് വെറുതെ തന്നെയാണ്. ആ വീഡിയോയിൽ എടുക്കട്ടെ. എന്ത് നടന്നണ്ടി? ഈ നടന്നണ്ടി ശരിക്കും എന്താണ്? നടന്നേണ്ടിയാ എന്താ നന്നായി സംഭവം തന്നെ. അതിനാണെങ്കിൽ നന്നായി ഉണ്ടാക്കുക. അതിട്ടിട്ട് ഇതിപ്പോ ഏത് വഴിയാ പോണത് നമ്മള്? ഏത് വഴിയാ പോണേ? എന്താ പറഞ്ഞതിനിടയില് എന്തോ പറയാൻ വന്നേ, എന്തോ കൊള്ളണമെന്ന് പറഞ്ഞു. ഇല്ലേ പറഞ്ഞോ റീവെന്റ് ഒന്ന് നമ്മൾ നേരെ BM വഴിയാ പോണത്. BM ടച്ച് കണ്ട ആ വഴിയാ പോണത്. ലെറ്റ്സ് ഗോ ബേബി. ബാക്കി പറയണില്ല, പറഞ്ഞാ കീ അടിച്ചോ? കീ അടിച്ചോന്ന്. ഞാൻ കീ അടിക്കൂടാ. ബീപ്പ്. ആ ഈ കൊണ്ട് എനിക്കറിയാൻ വന്നുള്ളതാണ് കൊണ്ട്. അടാ ഞാൻ ഒറ്റ ചവിട്ടാണ്. ചൈന ക്ലാസ് എത്രയാണ്? മുന്നത്തെ ക്ലാസ് പൊട്ടിയാല് എത്ര? ആ മെയിൻ ക്ലാസ്. ഓ വേണ്ട, 15,000 രൂപ. ഈ സൈഡിൽ കുഞ്ഞു ക്ലാസ് 5,500 അങ്ങനെ ചുള്ളിയാ ഡ്രസ് എടുക്കലിനെ കുറിച്ച് പറയും. ഡ്രസ് എടുക്കാത്ത പാട്. ഉച്ചക്ക് ഇറങ്ങിയാലേ നേരത്തെ 12:30 1 മണി ആ ടൈമിൽ ഇറങ്ങിയത്. അപ്പോ 5:00 കറക്റ്റ് 5:00. രാവിലെ ഇറങ്ങി. ഞാൻ പറഞ്ഞല്ലേ രാവിലെ ഇറങ്ങാന്. ഉച്ചക്ക് ചണ്ടിന്ന് ശരി, ഈ നേരത്തെ ഇറങ്ങിയാ രാവിലെ ഇറങ്ങാണെങ്കിൽ നമുക്ക് ഞാൻ രാവിലെ കുളിക്കാൻ വിചാരിച്ചു. അപ്പൊ ഓരോരുത്തരൊക്കെ നീക്കണേ. ഞാൻ നേരത്തെ വിളിച്ചു. ഞാൻ 12 അല്ല റമീനായിട്ട് ഫിഷ് ചെയ്തു. ആര്? അതിന് രമീ നീക്കണേ. റമി വിളിച്ചിട്ടില്ലല്ലേ? റമി ഇപ്പഴാ വിളിക്കണേ. ശോകമുഖം. നമ്മക്ക് ഇനി എത്താനായില്ലേ? നമുക്കെന്നാ നിർത്തല്ലേ? ഇന്നത്തെ വ്ലോഗ് നിർത്താം. ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അടുത്ത വ്ലോഗിൽ പിടിക്കാം. ബൈ.